ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടു ബി. ടു ബി എന്ന ഒരു ടേം എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആം, ഈസ്, ആർ, വാസ്, വേർ ഇതൊക്കെ ബി വേർബ്സ് ആണ്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ടു ബി എന്ന ഒരു ടേം എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഐ വാണ്ട് ടു ബി എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നു. ഷീ വാണ്ട്സ് ടു ബി എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഡു യു വാണ്ട് ടു ബി? എന്താണ് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഡസ് ഷീ വാണ്ട് ടു ബി? അവൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത്? ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അവിടെയും നമുക്ക് ഉപയോഗിക്കാം. ഐ വാണ്ടഡ് ടു ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകാൻ ആഗ്രഹിച്ചിരുന്നു. അവിടെയും ടു ബി. അപ്പോൾ ആയി തീരുക, ആകുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ടു ബി ഉപയോഗിക്കാം. ടു ബി എന്നത് ആം, ഈസ്, ആർ, വാസ്, വേർ ഇതൊക്കെ ചേർത്ത്, അതിനോടൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹാവ്, ഹാസ്, ഹാഡ് ഇതിൻ്റെ ഒപ്പം ചേർത്ത് ഉപയോഗിക്കാം. വാണ്ട് ടു ബി, നീഡ് ടു ബി, ഗോയിങ് ടു ബി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ നീ അവിടെ ആയിരിക്കണം, നീ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയില്ലേ, ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിൽ അവിടെയൊക്കെ നമുക്ക് ടു ബി ഉപയോഗിക്കാം. ഐ ഹാവ് ടു ബി അറ്റ് ദ ഓഫീസ് അറ്റ് 10 o'clock. ഞാൻ 10 o'clock ഓഫീസിൽ ആയിരിക്കണം. I have to be at the office. Have to be. You have to be kind. നിങ്ങൾ ദയ ഉള്ള ആളായിരിക്കണം. You have to be kind. She has to be honest. അവൾ honest ആയിരിക്കണം. അപ്പോൾ ഹാസ് അതുപോലെ ഹാവ് നമ്മൾ മാറി മാറി ഉപയോഗിച്ചു. ഇപ്പോൾ ഐ, യു, വി പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിൽ ഹാഡ് ഉപയോഗിക്കാം. യു ഹാഡ് ടു ബി ദർ അറ്റ് 12 o'clock. നീ 12 o'clock അവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന മീനിങ് ആണ്. ഹാഡാണ് അവിടെ ഉപയോഗിച്ചത്. ഹാഡ് ടു ബി ദർ അറ്റ് 12 o'clock. അപ്പോൾ ഹാഡ് ടു ബി ആണ് ഉപയോഗിച്ചത്. ഇതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസസ് ആണ്. ഇനി നെഗറ്റീവ് സെൻറ്റൻസസ് നമുക്ക് ആകാം. ഫോർ എക്സാമ്പിൾ, യു ഡോണ്ട് ഹാവ് ടു ബി ആംഗ്രി എനിമോർ. ഇനി നീ ദേഷ്യം ആയിരിക്കേണ്ടതില്ല എന്നാണ്. യു ഡോണ്ട് ഹാവ് ടു ബി ആംഗ്രി എനിമോർ. ഇനി നീ ദേഷ്യമായിരിക്കേണ്ടതില്ല എന്ന്. യു ഡോണ്ട് ഹാവ് ടു ബി. അതുപോലെ യു ആയതുകൊണ്ടാണ് ഡോണ്ട് ഹാവ് ടു ബി ഉപയോഗിച്ചത്. അതല്ല സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഷീ ഡസൻറ്റ് ഹാവ് ടു ബി ആംഗ്രി എനിമോർ. ഇനിമേലിൽ അങ്ങനെ ദേഷ്യം ആയിരിക്കേണ്ടതില്ല എന്ന്. അതുപോലെ തന്നെ യു ഡോണ്ട് ഹാവ് ടു ബി, വി ഡോണ്ട് ഹാവ് ടു ബി, ഹീ ഡസൻറ്റ് ഹാവ് ടു ബി. അപ്പോൾ ഐ, യു, വി, ദേ അങ്ങനെയുള്ള സബ്ജക്ട്സും അതുപോലെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡോണ്ട് ഹാവ് ടു ബി ഉപയോഗിക്കാം നെഗറ്റീവ് സെൻറ്റൻസസിൽ. അതല്ലെങ്കിൽ ഇപ്പോൾ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെയാണ്, ഹീ, ഷീ അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡസൻറ്റ് ഹാവ് ടു ബി ഉപയോഗിക്കാം. ഹീ ഡസൻറ്റ് ഹാവ് ടു ബി, ഷീ ഡസൻറ്റ് ഹാവ് ടു ബി. അതേസമയം വി ഡോണ്ട് ഹാവ് ടു ബി, ഐ ഡോണ്ട് ഹാവ് ടു ബി, യു ഡോണ്ട് ഹാവ് ടു ബി അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെയൊക്കെ നമുക്ക് ടു ബി എന്നുള്ള ആ ഒരു ടേമിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. ഇനി ഇതെല്ലാം പ്രസൻറ്റ് ടെൻസ് ആണ്. ഹാവ് ആയാലും ഹാസ് ആയാലും നമ്മൾ ഉപയോഗിച്ചത്. ഹാസ് ടു ബി എന്ന് പറയുമ്പോഴും ഹാവ് ടു ബി എന്ന് പറയുമ്പോഴും ഒക്കെ അതെല്ലാം പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി അത് പാസ്റ്റ് ടെൻസും ആവാം. അപ്പോൾ ഹാഡ് ടു ബി എന്ന് ഉപയോഗിക്കാം. യു ഹാഡ് ടു ബി കൈൻഡ്. യു ഹാഡ് ടു ബി കൈൻഡ്. നീ കൈൻഡ് ദയ ഉള്ള ആളാകേണ്ടിയിരുന്നു. ആകേണ്ടതായിരുന്നു പാസ്റ്റ് ടെൻസാണ്. ആകേണ്ടതായിരുന്നു എന്നാണ് അതിനർത്ഥം. ഇനി അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ യു ഡിഡൻറ്റ് ഹാവ് ടു ബി ക്രൂവൽ. നീ ക്രൂവൽ ആകേണ്ടിയിരുന്നില്ല.
യു ഡിഡിൻറ്റ് ഹാവ് ടു ബി. ഡിഡിൻറ്റ് എന്ന് ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഡിഡിൻറ്റ് ഹാവ് ടു ബി, അവിടെയും നമ്മൾ ടു ബി ഉപയോഗിക്കുന്നു. ഇനി പലപ്പോഴും നമ്മൾ സാധാരണ സെൻറ്റൻസ് പറയുമ്പോൾ എനിക്ക് കാറ് കഴുകേണ്ടതുണ്ട്, ഐ ഹാവ് ടു വാഷ് ദ കാർ എന്നാണ് പറയുക. പക്ഷേ അതിൻ്റെ ഒരു പാസീവ് ഫോം, നമുക്ക് സബ്ജക്റ്റിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ആ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണെങ്കിൽ നമുക്ക് അവിടെയും ടു ബി ഉപയോഗപ്പെടുത്താം. അതെങ്ങനെയാണ്? മൈ കാർ ഹാസ് ടു ബി വാഷ്ഡ്. എൻ്റെ കാറ് കഴുകേണ്ടതുണ്ട്. അത് ആരാണ് ചെയ്യുന്നതെന്ന് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. മൈ കാർ ഹാസ് ടു ബി വാഷ്ഡ്, ഹാസ് ടു ബി വാഷ്ഡ്, അത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ആ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സെൻറ്റൻസാണ് അത്തരം സെൻറ്റൻസസ്. അതുപോലെ തന്നെ മൈ ഹൗസ് ഹാസ് ടു ബി പെയിൻറ്റഡ്. എൻ്റെ ഹൗസ് പെയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പെയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? പെയിൻറ്റേഴ്സ് ആവാം, വേറെ ആരെങ്കിലും ആവാം. പക്ഷെ അതിനല്ല അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത്തരം സെൻറ്റൻസുകളിൽ മൈ ഹൗസ് ഹാസ് ടു ബി പെയിൻറ്റഡ്, മൈ കാർ ഹാസ് ടു ബി വാഷ്ഡ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ പാസീവ് വോയിസിലെ സെൻറ്റൻസസ് ആണ്. അവിടെയും നമുക്ക് ടു ബി ഉപയോഗിക്കണം. അതിൻ്റെ ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു വാഷ് മൈ കാർ എന്നതിനെയാണ് നമ്മൾ മൈ കാർ ഹാസ് ടു ബി വാഷ്ഡ് എന്നാക്കിയത്. അതുപോലെ പെയിൻറ്റേഴ്സ് ഹാവ് ടു പെയിൻറ്റ് ദ ഹൗസ് എന്നതിന് പകരം ദ ഹൗസ് ഹാസ് ടു ബി പെയിൻറ്റഡ് എന്നാക്കി മാറ്റി. ദ വർക്ക് ഹാസ് ടു ബി ഡൺ. ആ വർക്ക് ചെയ്യപ്പെടണം. വർക്ക് ചെയ്യുന്നത് ആര് എന്ന് അവിടെ ആവശ്യമില്ല. ദ വർക്ക് ഹാസ് ടു ബി ഡൺ, അവിടെയും ടു ബി ഉപയോഗിച്ചു. ദ ആപ്ലിക്കേഷൻ ഹാസ് ടു ബി സെൻറ്റ്. ആപ്ലിക്കേഷൻ അയക്കപ്പെടണം, ഹാസ് ടു ബി സെൻറ്റ്. ഇനി അടുത്തത് നീഡ് ടു ബി. ഇത് ഹാവ് ടു ബി അല്ലെങ്കിൽ ഹാസ് ടു ബി എന്നൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നീഡ് എന്ന് പറയുന്നത് ആവശ്യമുള്ളത് എന്ന ഒരു മീനിങ് ആണ്. അപ്പോൾ നീഡ് ടു ബി ഡൺ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. ദ വർക്ക് നീഡ്സ് ടു ബി ഡൺ. ആ വർക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഷീ നീഡ്സ് ടു ബി ക്വയറ്റ്. അവൾ ക്വയറ്റായിട്ട് ഇരിക്കേണ്ടതുണ്ട്, ക്വയറ്റ് ആവേണ്ടതുണ്ട്. ഷീ നീഡ്സ് ടു ബി ക്വയറ്റ്. പക്ഷേ ഇവിടെ ആവശ്യമുണ്ട്, ക്വയറ്റ് ആവേണ്ട ആവശ്യമുണ്ട് എന്നുള്ള മീനിങ് ആണ്. നീഡ് എന്നത് ആവശ്യമുള്ളത് എന്നല്ലേ. അപ്പോൾ നീഡ്സ് ടു ബി, ദ വർക്ക് നീഡ്സ് ടു ബി ഡൺ എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള മീനിങ് ആണ്. അതുപോലെ തന്നെ ഷീ നീഡ്സ് ടു ബി ക്വയറ്റ്. അവൾ ക്വയറ്റായിട്ട്, നിശബ്ദയായിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന മീനിങ് ആയി. ഇനി അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം ആണെങ്കിൽ നമുക്കവിടെ ടു ബി വേണം. ഷീ ഡസൻറ്റ് നീഡ് ടു ബി ക്വയറ്റ്. അവൾ നിശബ്ദയായിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നതാണ്. ഷീ ഡസൻറ്റ് നീഡ് ടു ബി ക്വയറ്റ്. ഇനി ഗോയിങ് ടു ബി. ദ റൂം ഈസ് ഗോയിങ് ടു ബി ക്ലീൻഡ്. ആ റൂം ക്ലീൻ ചെയ്യപ്പെടാൻ പോകുന്നു. ദ റൂം ഈസ് ഗോയിങ് ടു ബി ക്ലീൻഡ്. ഇതും ഒക്കെ പാസീവ് വോയിസിലെ സെൻറ്റൻസസ് ആണ്. ആരാണ് റൂം ക്ലീൻ ചെയ്യുന്നതെന്ന് അവിടെ പറയേണ്ട കാര്യമില്ല. ദ റൂം ഈസ് ഗോയിങ് ടു ബി ക്ലീൻഡ്. ഐ ആം ഗോയിങ് ടു ക്ലീൻ ദ റൂംസ്. ദ റൂംസ് ആർ ഗോയിങ് ടു ബി ക്ലീൻഡ്. അവിടെയൊക്കെ നമുക്ക് ടു ബിയുടെ ഉപയോഗമുണ്ട് ഈ പാസീവ് വോയിസിലെ സെൻറ്റൻസുകളിലൊക്കെ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിപ്പയർഡ്. അത് റിപ്പയർ ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിപ്പയർഡ്. അപ്പോൾ ടു ബി എന്നത് നമുക്ക് ഒരുപാട് കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാം. ടു ബി എന്ന ഒരു എക്സാക്റ്റ് ടേം തന്നെ നമുക്ക് പല ഡിഫറെൻറ്റ് സെൻറ്റൻസസിൽ ഉപയോഗിക്കാം.